നമസ്കാരം. ചൈനയ്ക്കും ലണ്ടനും ശേഷം ലോകത്തെ എട്ടാമത്തെ അത്ഭുതമായി കാശ്മീരിലെ ചെനാബ് റെയിൽപാലം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. രാജ്യത്തിന്റെ ചരിത്ര വിജയമായ ഈ റെയിൽപാതയിലൂടെ ചരിത്ര വിജയകരമായി തന്നെ ആദ്യ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്ന വാർത്തകൾ പുറത്തു വരികയായിരുന്നു. രാജ്യത്തെ വികസന ജൈത്രയാത്രയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ അത് ആഘോഷിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം ആ സമയത്തുണ്ടായി. അതായത് ഇന്ത്യൻ റെയിൽവേക്ക് ഏറെ സന്തോഷകരമായിരുന്ന ചരിത്ര ദിവസം തന്നെ അപ്രതീക്ഷിതമായ ഒരു അപകടം രാജ്യത്തെ നടുക്കി. ബംഗാളിൽ 15 പേരിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായ ആ ട്രെയിൻ അപകടം ഉണ്ടാകുന്നു. സിഗ്നൽ ലഭിക്കാത്തതിനെ തുടർന്ന് ട്രെയിനും ചരക്ക് വണ്ടിയും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ അപകടമാണ് ഉണ്ടായത്. 15ലധികം പേരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. മനുഷ്യ മനസാക്ഷിയെ പോലും മരവിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് രാജ്യത്ത് ആവർത്തിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ആവർത്തിച്ചു വരുന്ന ഇത്തരം ട്രെയിൻ ദുരന്തങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യവും ആവർത്തിക്കുന്ന സാഹചര്യം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ട്രെയിൻ അപകടങ്ങൾ വലിയ രീതിയിലാണ് വർദ്ധിച്ചു കൊണ്ടുവരുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. 2023 ജൂൺ 2 ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ബഹനാഗയിൽ രാജ്യത്തെ നടക്കുന്ന ഒരു ട്രെയിൻ ദുരന്തം ഉണ്ടാകുന്നത്. അന്ന് ആ ട്രെയിൻ ദുരന്തത്തിൽ 296 പേരുടെ ജീവൻ കവർന്നെടുത്തിരുന്നു. ബാലസോർ അപകടത്തോടെ റെയിൽപാതയിലെ സിഗ്നലിംഗ് ഓപ്പറേഷൻസ് വിഭാഗത്തിലുള്ള പ്രവർത്തനം ഏറെ ചർച്ചാ വിഷയമാകുകയും അത് കൃത്യമാകണമെന്ന് അറിയിക്കുകയും ചെയ്തു. അപകടങ്ങൾ കുറയ്ക്കാൻ കവച് സംവിധാനം എല്ലാ തീവണ്ടിയിലും കൊണ്ടുവരണമെന്ന് അന്ന് ആവശ്യം ഉന്നയിച്ചു. അപകടത്തിൽ സിഗ്നലിംഗ് ഓപ്പറേഷൻസ് വിഭാഗത്തിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവായിരുന്നു ആ അപകട കാരണമെന്ന് റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു ആവശ്യം ഉയർന്നത്. അന്ന് കവച് സംവിധാനം എല്ലായിടത്തും നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത നിരവധി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും അത് നടപ്പാക്കാമെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. എന്നാൽ രാജ്യത്തെ നടുക്കിയ ആ അപകടത്തിന് ശേഷം ഒരു വർഷം പിന്നിട്ടപ്പോൾ ഇപ്പോൾ മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് പ്രഖ്യാപിച്ച സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇന്ന് യാഥാർത്ഥ്യമായിരുന്നില്ലേ എന്ന ചോദ്യവും സംശയവും ശക്തമാകുകയാണ്. എന്തായാലും സർക്കാർ ഏത് തന്നെയാണെങ്കിൽ പോലും ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അതിനെതിരെ എടുക്കേണ്ടുന്ന സുരക്ഷാ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കേണ്ടുന്നത് അനിവാര്യം തന്നെയാണ്. ജീവൻ എന്ന് പറയുന്നത് ഓരോന്നും വിലപ്പെട്ടത് തന്നെയാണ്. സർക്കാരിന്റെ അലംഭാവമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവമോ ഒക്കെ ഇത്തരത്തിൽ വലിയ അപകടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയൊരുക്കും. ഓരോ ജീവൻ നഷ്ടപ്പെടാതിരിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്.